ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല ഉഷാറായിരിക്കുന്നില്ലേ? ദുബായിൽ വെറും 1 ദിർഹംസ് ചിലവാക്കിയിട്ട് നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സോ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ദുബായിയുടെ ഹിസ്റ്ററി പറഞ്ഞു തരുന്ന പഴയ ദുബായിലോട്ടാണ്. ഈ ക്രീക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പണ്ട് മുതൽക്കേ യൂസ് ചെയ്യണ ഒരു ബോട്ടാണ് അബ്ര എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബോട്ട്. ദുബായ് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടും ഇത് ഇവരിവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്യാനാണ് തോന്നുന്നത്. ഇത് ഇപ്പോഴും കണ്ടിന്യൂ ആണ്. ഇതിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാനാകെ 1 ദിർഹംസ് ഉള്ളൂ. നമുക്കിനി ദേരയിലോട്ട് പോകാം. ദുബായിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണ ഒരു ക്രീക്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ദൈറ, ഇപ്പുറത്തെ സൈഡാണ് ബർദുബായ്. ബർദുബായിലുള്ള മെട്രോ സ്റ്റേഷനാണ് അൽകുബൈബ. ഡെയറിയിലുള്ള മെട്രോ സ്റ്റേഷനാണ് അൽറാസ് മെട്രോ സ്റ്റേഷൻ. ഡെയർ എന്ന് പറയുന്നത് ദുബായിയുടെ ഒരു കമ്മേഴ്ഷ്യൽ ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെയാണ് സ്പൈസ് സൂക്കും ഗോൾഡ് സൂക്കും ഒരുപാട് ബിസിനസ്സൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് ഡെയറ. ബർദുബായ് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് ഡിസ്ട്രിക്റ്റ് ആണ്. കാരണം ഇവിടെയാണ് പണ്ട് ഷെയ്ഖ് റാഷിദ് അൽ മക്തൂമിൻ്റെ ഫാമിലിയും ഒക്കെ താമസിച്ചതൊക്കെ ഇവിടേക്കാണ്. ഷെയ്ഖ് റാഷിദ് അൽ മക്തൂമിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ഷെയ്ഖ് സയ്യിദ് അൽ മക്തൂമിൻ്റെ വീടും ഗസ്റ്റ് ഹൗസും കാര്യങ്ങളെല്ലാം ഈ ബർദുബായിലാണ്. വൈകുന്നേരത്തൊക്കെ നമുക്ക് ഒരു നേരം പോക്കിന് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണിത്. ജൽബോട്ട് ഷിപ്പ്, അതായത് പണ്ട് വരും പേൾസ് മുങ്ങിത്തപ്പി എടുക്കാനും അതുപോലെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താനൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു തരം ബോട്ടാത്ര. ഈ ക്രീക്ക് സൈഡിൽ ഇങ്ങനെ ഒരുപാട് ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഈ ഹുക്കൊക്കെ വലിച്ച് നല്ല ഫുഡൊക്കെ അടിച്ച് ഈ ഒരു നല്ല വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ബടായി വിട്ട് ഇങ്ങനെ ഇരിക്കാം രാത്രി. ആകെ 5 മിനിറ്റ് റൈഡുള്ളൂ ഈ അൽകുബൈബിൽ നിന്ന് അൽറാസിലേക്ക്. പക്ഷേ ആകെ 1 ദിർഹംസേ ഉള്ളൂ. മെട്രോയിലൊക്കെ കയറിയാണെന്ന് പറയുമ്പോൾ 3 ദിർഹംസൊക്കെ ആവും. ഈ ഒരു ഇത്രയും കാലമായിട്ടും ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം ഇവിടെ നിലനിർത്തി പോകുന്ന കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് സാധാരണക്കാർക്കൊക്കെ വെറും 1 ദിർഹംസ് കൊണ്ട് ഇവിടുന്ന് അപ്പുറത്തെത്താൻ കാര്യം സാധിക്കും.